പ്രണയിച്ചാൽ മതി, ഒരിക്കലും നിങ്ങൾ അടിമയാകണ്ട. പ്രണയം ദൈവികമായൊരു വികാരമാണ്. ഒരാൾ മറ്റൊരാളെ പ്രണയിക്കുന്നത് ഒരുപക്ഷെ അയാളുടെ മാത്രം തീരുമാനമായിരിക്കണമെന്നില്ല. ഈശ്വരൻ ആ വ്യക്തിക്ക് മറ്റേ വ്യക്തിയെ തിരഞ്ഞെടുത്ത് നൽകിയതാകാം. ചിലർ പ്രണയത്തെ അർഹതപ്പെടാത്തവളുടെയും തന്ത്രങ്ങളെന്നോ കുതന്ത്രങ്ങളെന്നോ വ്യാഖ്യാനിച്ചേക്കാം. ചിലർ അവജ്ഞയോടെ പ്രണയത്തെ തള്ളിയേക്കാം. എന്നെ ആഗ്രഹിക്കാൻ നിനക്കെന്താണ് അവകാശമെന്ന് ചോദിച്ചേക്കാം. ചിലപ്പോൾ നേരിട്ട്, അല്ലെങ്കിൽ മനസ്സിൽ, പെരുമാറ്റത്തിൽ, വാക്കുകളിൽ, നോക്കുകളിലൊക്കെ അത് ഓരോ നിമിഷവും നിങ്ങളോട് പറഞ്ഞേക്കാം, നിങ്ങളെ കാണിച്ചേക്കാം. അത് അവരുടെ മര്യാദയാണ്. അവർ അതാണ് ശരിയെന്ന് ചിന്തിക്കുന്നു. പ്രണയിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. കാരണം പ്രണയം തുടങ്ങിയത് നിങ്ങളുടെ മനസ്സിൽ നിന്നല്ല. അതിനു മുൻപ് നിങ്ങൾക്ക് പ്രണയിക്കാൻ മനസ്സ് നൽകിയൊരു ശക്തിയുണ്ട്. ആ ശക്തി തീരുമാനിക്കട്ടെ. തൽക്കാലം പ്രണയിച്ചാൽ മതി, അടിമയാകണ്ട. യഥാർത്ഥ പ്രണയം അർഹതയില്ലാത്തവർ ഈ ഭൂമിയിൽ ഒരുപാടുണ്ട്. നിങ്ങളൊരാളെ പ്രണയിച്ച് കഴിഞ്ഞപ്പോൾ, പ്രണയിക്കാൻ തുടങ്ങിയപ്പോൾ, പ്രണയിച്ച് കൊണ്ടേയിരുന്നപ്പോൾ ആ ആൾ നിങ്ങളെ ശ്രദ്ധിക്കാതെയായി. ആ ആൾ നിങ്ങളതിന് അർഹനല്ല എന്ന് നേരിട്ടും അല്ലാതെയും പറഞ്ഞിരിക്കാം, തിരസ്കരിച്ചിരിക്കാം, അവഗണിച്ചിരിക്കാം. നിങ്ങളുടെ മുഖത്തേക്ക് ഒരു നോക്കുപോലും നോക്കാതിരിക്കാം. ചിലപ്പോൾ നോക്കിയതൊക്കെ വെറുപ്പോടെയായിരിക്കാം. ഇതൊന്നും നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കേണ്ടതില്ല. കാരണം നിങ്ങളുടെ മനസ്സിലെ പ്രണയം നിങ്ങളുടെ ഹൃദയത്തിൽ തുടങ്ങുന്നതിന് മുൻപ് മറ്റെവിടെയോ അത് തുടങ്ങിയിരുന്നു. അവഗണിക്കുന്നവരും ഉത്തരം നൽകാത്തവരും തിരസ്കരിച്ചവരും ഈ ഭൂമിയിൽ എന്നും എവിടെയൊക്കെ ഉണ്ടായേക്കാം. അർഹതയില്ലാത്തവർ അവരിലുമുണ്ട്. നിങ്ങളുടെ പ്രണയത്തെ അർഹിക്കാത്തവർക്ക് നിങ്ങളത് നൽകാൻ വിചാരിച്ചാൽ നിങ്ങൾക്കതിന് സാധിക്കണമെന്നില്ല. കാരണം തീരുമാനങ്ങളെല്ലാം മുകളിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മാത്രം. നിങ്ങൾക്ക് മുൻപും നിങ്ങൾക്ക് ശേഷവും പ്രണയവും വിരഹവും തിരസ്കരണവും അവഗണനയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനിടയിൽ നിങ്ങൾ വന്നു പ്രണയിക്കുന്നു എന്ന് മാത്രം.